പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ശ്രീമതി RK അഫ്സത്തിന്റെ ഭരണകൂടം തയ്യാറാക്കിയിട്ടുള്ള 2013 സ്ഥാപിതമാക്കിയിട്ടുള്ള ഒരു ശ്മശാനം നമുക്ക് കാണാം. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചവർക്കും ഒരു സുഖവും ഈ ഭൂമിയിൽ നൽകാത്ത ഭരണകൂടമായി പഞ്ചായത്ത് ഭരണകൂടം മാറുകയാണ്. എന്താണ് ശ്മശാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ? കാടുകളും പുല്ലുകളും തളിച്ചുവളർന്ന ഒരു പ്രദേശമായി, ഒരു വാസസ്ഥലമായി, നാൽക്കാലികളുടെ ഒരു വാസസ്ഥലമായി ആ ശ്മശാനം മാറിയിരിക്കുകയാണ്. നമ്മളേറെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നമുക്ക് മുന്നിലേക്ക് കൂപ്പ് കൈകളുമായി വരുന്നവർക്ക് മുന്നിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ആലത്തിയൂരിലെ അങ്ങാടിയിൽ വെച്ച് പൊതുജനം മധ്യേ ഒരു സംവാദം ഉണ്ടാവുകയുണ്ടായി. ഞങ്ങൾ കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ചു. ഈ വിനീതനും പ്രിയപ്പെട്ട നിസാറും 2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അവർ ഉത്തരം മുട്ടിപ്പോയി. അവർക്ക് ഉത്തരങ്ങളില്ല. അവർ പിന്നീടത് അലങ്കോലമാക്കുകയാണ് ഉണ്ടായത്. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ബാക്കി വന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ പോലും അവിടെ നിഷേധിക്കപ്പെട്ടു. എന്താണ് ആ ചോദ്യങ്ങൾ നിങ്ങൾ കേൾക്കണ്ടേ? ഞാൻ വരുന്നത് കഴിഞ്ഞ ഈ വാർഡ് വിഭജനത്തിന് മുമ്പ് ഞാനും പൊറ്റോടി വാർഡുകാരനായിരുന്നു. എല്ലാ കാലവും ഞങ്ങൾ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു. എന്താണ് ആ പ്രതിഷേധങ്ങൾ? പൊറ്റോടിയിൽ മലിനജലം കുടിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ അങ്ങാടിക്കപ്പുറത്താണല്ലോ, ബാക്ക് വശത്താണല്ലോ പൊന്മുണ്ട പ്രദേശം. നിങ്ങൾ ആ പ്രദേശത്തേക്കൊന്ന് പോയി നോക്കണം. എന്താണ് അവിടെ വസിക്കുന്നവരുടെ അവസ്ഥ എന്ന് നിങ്ങൾ അറിയണം. മലിനജലം ഭക്ഷിച്ചുകൊണ്ട്, മലിനജലം കുടിച്ചുകൊണ്ട് ആ കുടുംബങ്ങൾ ഇന്നും ജീവിതങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത ഭരണകൂടത്തിന്റെ ഇരകളായി മാറ്റപ്പെട്ടവരാണോ പൊന്മുണ്ട പ്രദേശത്തുള്ളവർ? ഞങ്ങൾ അവർക്ക് വേണ്ടി ശബ്ദങ്ങൾ ഉയർത്തുകയാണ്. ഞങ്ങൾ ആലത്തൂരങ്ങാടിയിലും അതിനുവേണ്ടി ശബ്ദങ്ങൾ ഉയർത്തി. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഇതാണ്. 6000 രൂപ മുതൽ 10,000 രൂപ വരെ അവിടെയുള്ള പാവങ്ങളിൽ നിന്ന് ഉപഭോക്തൃ സമിതി